1 2 3 4 1 2 1 2 3 4 5 6 7 1 2 3 4 1 1 2 3 4 1 2 3 4 1 2 3 1 2 1 2 3 4 5 6 7 8 1 2 1 2 3 4 1 2 1 2 3 4 വഴി തെറ്റിയില്ലോ അല്ലേ? ഇല്ലല്ല, മാപ്പ് ഇട്ടിട്ടാ വന്നേ. വരും. എന്നാ പിന്നെ ഉമ്മക്കൊന്നും ഇങ്ങോട്ട് മാറി കൊടുത്താലോ? അങ്ങനെ ഒരു സംഗതി കൂടി ഉണ്ടല്ലോ. അത് ഞാൻ പറയാൻ വിചാരിച്ചിരിക്കുന്നു. ഒരു പരിചയമില്ലാത്ത നമ്മൾ തമ്മിൽ എന്താ സംസാരിക്കേണ്ടതെന്ന് അറിഞ്ഞൂടാത്ത ഇന്ത്യയും പ്രശ്നം അതാ. എവിടെയാ പഠിച്ചത്? എവിടെയാ പഠിച്ചത്? ബഹ്റൈനിൽ എവിടെയായിരുന്നു പറഞ്ഞേ? മനാമ. മനാമ. ആ, ചെക്കൻ്റെ ഇളയച്ചൻ്റെ പോയി മനാമയിലായിരുന്നു. ആണോ? ഇളയച്ചനെ അറിയില്ലേ? ഇല്ല. PK രാധാകൃഷ്ണൻ സാർ ജില്ലാ മജിസ്ട്രേറ്റ് ആയിരുന്നു. ചെക്കൻ്റെ വലിയച്ഛനെ അറിയൂ? നിങ്ങൾ തിരുവനന്തപുരം സ്കൂൾ പ്രിൻസിപ്പൾ ആയിട്ട് രാഗമാഷില്ലേ റിട്ടയർ ചെയ്തേ? ഇടയ്ക്ക് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരോടൊന്നും പെട്ടെന്ന് ഇറങ്ങാൻ പറയും. വെള്ളം ഒഴിക്കും. ഇങ്ങോട്ട് കയറിക്കും. ആര് ചോദിക്കാം? നീ ആ വിളക്കൂട്ട് വലതുകാലം വെച്ച് കയറേ. വലതുകാലം വെച്ച് കയറി. ശ്രദ്ധിക്കേ. എല്ലാരും മധുരാവാ. ഇന്ന് കുറച്ച് മധുരമൊക്കെ ആവാ. ലേശം കൂടി, കുറച്ചുകൂടി. നിങ്ങൾ ഡാൻസ് സ്കൂളിന്റെ അടുത്തുള്ള ബോട്ടില്ലേ? അതൊക്കെ തന്നെയാണ്. കാണാതിരിക്കുന്നു. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതാണോ ചായ? ഇവിടെ വരുന്നവർക്കല്ല ഈ ചായയാണോ കൊടുക്കുന്നത്? രാവിലേക്ക് പോകണം. ആവുണ്ടോ അനക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ നല്ലടുത്ത് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഇട്ടിട്ടാ ഞങ്ങൾ എന്തായാലും വന്നല്ലേ. ചേച്ചിക്കൊരു സഹായമാവില്ലേ? കാത്തിരുന്ന് മടുത്തോ? കുറച്ച് തിരക്കിലായി പോയതാ. വീടും വീട്ടുകാരൊക്കെ ഇഷ്ടായോ? അച്ഛനും അമ്മ ഇഷ്ടായി. സെറ്റായല്ലേ?
വേറെ ഇരിക്കി. ഇരുട്ട് പേടിയുണ്ടോ? ഇരുട്ട് പേടിയുണ്ടോ? ഞങ്ങളെ വീട്ടിൽ സാമ്പാർ അല്ലെങ്കിൽ ചമ്മന്തി ഏതെങ്കിലും ഒന്നേ കാണുള്ളൂ. ഇവിടെ എല്ലാവർക്കും രണ്ടും വേണം. അച്ഛനാണെങ്കിലേ അമ്മയിലെ ചമ്മന്തി എന്നെ വേണം. ഓരോ വീട്ടിലും ഓരോ ശീലല്ലേ മോളെ. ഇന്നലെ എന്തൊരു ബഹളായിരുന്നു. ക്യാമറക്കാരും ബന്ധുക്കാരും. എനിക്ക് ചേച്ചിനെ കാണാനേ പറ്റിയില്ല. ഇപ്പം കണ്ടു. നല്ല സുന്ദരിയാട്ടോ. ഈ സുന്ദരിയുടെ പേരെന്താ? ജാനകി. എനിക്ക് സ്കൂളുണ്ട്, ഞാൻ പോട്ടെ, നാളെ കാണാം. അമ്മയുടെ ലീവിന്റെ പ്രശ്നം കൊണ്ടാ. ഇല്ലെങ്കിൽ ഉമ്മക്കൊന്ന് ഉഷാറാക്കി. പ്രത്യേകിച്ച് ഉമ്മക്ക് എന്തിനാ ഒരു ഹണിമൂൺ അല്ലേ? ഇനി അങ്ങോട്ടൊന്ന് ഹണിമൂൺ തന്നെയല്ലേ? മെല്ലെ പറ, അമ്മ ഉണ്ട്. ചൂടുണ്ടോ? ഞാൻ പോയിന്ന് ഫ്രഷ് ആയിട്ട് വരാം. അവരെത്തിട്ടോ. വാ. കപ്പയാണേ. ബീഫ് കഴിക്കുമല്ലോ അല്ലേ? കഴിക്കും. ബീഫാ? പുറത്തുനിന്നാണ് ഉണ്ടാക്കിയത്. ബീഫ് എത്തിയിട്ട് ഇത്ര കാലം പുറത്തുനിന്നായിരുന്നു. ഇപ്പം അത് വീടിൻ്റെ മുറ്റം വരെയായി. കുറച്ച് കഴിഞ്ഞാൽ അകത്തേക്ക് കയറിക്കോളൂ. അമ്മളുണ്ടാ. അല്ല, നിങ്ങളാരും ഇരിക്കുന്നില്ലേ? ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട്. ആദ്യം വിരുന്നുകാർ. മോളിരിക്കേ. വാ. ഓ, അവളെൻ്റെ കൂടെ കഴിക്കുള്ളൂ. നിങ്ങൾ കഴിക്കേ. കഴിക്കി.